പൊതു എന്തായാലും അർജന്റീന ജയിക്കാനുള്ള സാധ്യതയുണ്ട്. അർജന്റീന കഴിഞ്ഞ കളികളിലൊക്കെ നിർത്തിയൊരു ഫോം, നല്ല കളികളൊന്നും ഈജിപ്തുമായിട്ടുള്ള കളിയൊന്നും വേണ്ട രീതിയിൽ വന്നിട്ടില്ലെങ്കിലും അവസാന വട്ടം ജയിക്കണം എന്നുള്ള അർജന്റീനയ്ക്കുണ്ട്. ജയിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അർജന്റീന ജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ സെമി ഫൈനൽ പോലും അർജന്റീന ഒരു ഗോളിന് പുറകിലായിരുന്നു ഫസ്റ്റ് ഹാഫ്. പിന്നീട് 2 ഗോൾ തിരിച്ചടിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, കളി മുഴുവൻ അർജന്റീന കയ്യിലായി. അപ്പോൾ സ്വാഭാവികമായിട്ടും അർജന്റീന വിജയിക്കണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അർജന്റീന വിജയിക്കാൻ കഴിയും. ആ രീതി കളി കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ടീമിനകത്തുണ്ട്. ടീം കോർഡിനേഷൻ്റെ കാര്യത്തിൽ അർജന്റീനയെ പോലെ ഒരു കോർഡിനേഷനുള്ള ഒരു ടീം കാണാൻ കഴിയില്ല. പോർച്ചുഗൽ എടുത്താൽ നിങ്ങളറിയാം, പോർച്ചുഗൽ നല്ല കളിക്കാരൊക്കെ ഉണ്ട്. പക്ഷേ എപ്പോഴും നമുക്ക് പോർച്ചുഗലൊരു ടീമും റൊണാൾഡോ വേറെ രീതിയിലും പോകുന്ന പോലെ തോന്നും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ടീം സ്പിരിറ്റ് ഉണ്ട്. അത് മെസ്സിയുടെ കാര്യത്തിലായാലും മറ്റ് കളിക്കാരുടെ കാര്യത്തിലായാലും വളരെ നല്ല രീതിയിലുള്ളൊരു കോർഡിനേഷനും കളിയുടെ ഒരു ഒത്തൊരുമയുണ്ട്. അതുകൊണ്ട് വിജയിക്കും, തർക്കമില്ല. ഞാൻ പറഞ്ഞല്ലോ, യഥാർത്ഥ ഫോമിലേക്ക് വന്ന് സെമിയിലെ കളിയിൽ മാത്രമേ ഉള്ളൂ, കറക്റ്റാണ്. ആ സെമിയിലെ ഫോം നിലനിർത്തുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഫൈനൽ ജയിക്കാൻ കഴിയും. മെസ്സി പക്ഷേ നിങ്ങൾ കാണേണ്ട ഒരു കാര്യം, ഈ കളി മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ പല കളികളിലും അർജന്റീന മോശം ആണെങ്കിൽ പോലും മെസ്സി നല്ല ഫോമിലായിരുന്നു. ആദ്യം മുതലേ മെസ്സി ഫോമിലായിരുന്നു. മെസ്സി ഫോമല്ലാത്ത പെനൽറ്റി അടിക്കുന്ന കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. മെസ്സി പെനൽറ്റി അടിക്കുന്ന കാര്യത്തിൽ ഈ വേൾഡ് കപ്പിൽ വളരെ നിരാശപ്പെടുത്തിയാണ്. പക്ഷെ അതിനൊക്കെ പരിഹാരമായിട്ട് ഓരോ കളികളും അദ്ദേഹം ഗോളടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആരാധകരെ സംബന്ധിച്ചോളം നിരാശപ്പെടുത്താതെ മുന്നോട്ട് പോകുന്നത്. ഓക്കെ.